ഞങ്ങളിപ്പോൾ ഉള്ളത് മെൽബണിലുള്ള DFOയിലാണ്. DFO എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്. അതായത് എല്ലാ കടകളിലും ഒരു 50% ഓൾറെഡി ഒരു സെയിലുണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സെയിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ചെറിയ ഷോപ്പിംഗ് കൂടെ ചെയ്തേക്കാന്ന്. ഞങ്ങൾ എന്തായാലും കുറച്ച് ഷൂസും കംഫർട്ടബിൾ ആയിട്ടുള്ള റണ്ണിങ് ഷൂസൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പോയി അഡിഡാസിൽ നിന്ന് ഒരു ബിഗ് ഷോപ്പിംഗ് കഴിഞ്ഞു. സോറി ബേബ്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ന്യൂ ബാലൻസ് കണ്ടത്. അപ്പോൾ ന്യൂ ബാലൻസിൽ നോക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ്, ഭയങ്കര കുഷൻഡ് ആയിട്ടുള്ള ഷൂസ്. എനിക്ക് അങ്ങനത്തെ ഒരു ഷൂ വാങ്ങണമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, നമുക്ക് ആഗ്രഹമുള്ള പോലെ ഞാൻ 2 ഷൂസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹൊസാന ഇപ്പം ഹൊസാനയുടെ ഷൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ഷോപ്പിംഗ് ഇൻ മെൽബൺ വേണം ഇപ്പോൾ പറയാൻ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഡേ 7. സത്യമായിട്ട് എനിക്ക് കൗണ്ട് പോയി കേട്ടോ. ഡേ 7 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്നൊക്കെ ഇടം ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 മണിയായ സമയം ഞങ്ങൾ ഇതൊരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട് എനിക്ക്. ഞാൻ പറയായിരുന്നു ഇത് കഴിയുമ്പോൾ പ്ലീസ് നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു. Finalized? அப்படியா? இது என்ன சைஸ்? இது 11. ஓகே. இதுவும் கரெக்ட்டா இருக்கு. பெர்ஃபெக்ட் ஃபிட். அது இன்னும் கொஞ்சம். I think this is good. Like this one. അതുപോലെ ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതല്ലായിരുന്നു ഇട്ടിരുന്നത്, ഈ ജേഴ്സി അല്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ അഡിഡാസിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പം വാങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ഇത് മാറ്റി, ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുടെ സജഷൻ കാരണം ഞാനത് മാറ്റിയതാണ് കേട്ടോ. പക്ഷേ ഈ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റിനനുസരിച്ച് ചെയ്തെന്നുണ്ട് തോന്നുന്നു. ഞാനിവിടെ ഹൊസാനയോട് പറയായിരുന്നു എനിക്ക് ഒരു ഷൂ മതി എന്നുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പറയുന്നു, ഞാൻ പറയും ഞാൻ ഒരെണ്ണം എടുക്കാം, അവൻ ഒരെണ്ണം എടുക്കട്ടെ. അപ്പോൾ അവൻ പറയില്ല നീ 2 എടുത്താലേ ഞാൻ എൻ്റെത് എടുക്കുള്ളൂ. ഞാൻ പറയും പ്ലീസ് എനിക്ക് 2 വേണ്ട, എനിക്ക് ഒരെണ്ണം മതി. എനിക്കങ്ങനെ ചുമ്മാ പൈസ കളയണ, ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ലാട്ടോ. എനിക്ക് അങ്ങനെ ചിലവാക്കാൻ പറ്റില്ല. ഒരുപാട് പൈസ ഇങ്ങനെ കളയുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ആവശ്യത്തിന് ഒരു ഷൂ വാങ്ങുക, അതന്നെ, അത്രയേ ഉള്ളൂ. പക്ഷേ ആൾക്ക് അങ്ങനെയല്ല. ആൾ എന്നോട് പറഞ്ഞില്ല നീ 2 എടുത്താലേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന്. ബ്ലാക്ക് മെയിൽ ചെയ്യാം? ഈ ബ്ലാക്ക് മെയിലിംഗ് മീ സെലക്ട് പണിയാ? ഫൈനലൈസ്? കംഫർട്ടബിൾ? ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും 2 എടുക്കാൻ പോവാം. സോ ഈ 3 നമ്മളിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 എൻ്റെയാണ്, 1 ഹൊസാനയുടെയാണ്. ഹാപ്പി വിത്ത് ഷോപ്പിംഗ്? യാ, ഹാപ്പി വിത്ത് ഷോപ്പിംഗ്? ഓക്കെ. ഷോ മീ. Cool. Babe? സോ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ഇതാണ് ഫുഡ് കോർട്ട് ഇവിടുത്തെ. അപ്പോൾ ഇങ്ങനെ പോയി ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് കേട്ടോ. Sometimes shawarma இருக்குன்னு சொன்னா അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അതിലേക്ക് കറങ്ങി. എന്തായാലും ഇത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ കടയൊക്കെ ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ കുറേ നേരം നടന്ന് കാണാമെന്ന് വിചാരിച്ചു.
ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കാർ പാർക്കിലോട്ട് പോവുകയാണ്. ഇനി എന്താ പ്ലാൻസ് എന്നൊന്നും അറിയില്ല അല്ലേ പ്രിയം? എന്നാ പ്ലാൻ ഇനിമേ? എന്നാ പ്ലാൻ? കൾച്ചർ കിങ്സ്. ഓക്കെ, അതെങ്കിൽ ചാർട്സ്ടൺ. അതിനുശേഷം ഞങ്ങൾ മയറിലോട്ടാണ് പോയത്. മയറിൽ പോയിട്ട് ഹൊസാനയ്ക്കൊരു പെർഫ്യൂം വാങ്ങി. എനിക്ക് ഓൾറെഡി ഇന്നലെ നമ്മളൊരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഹൊസാനയോട് ജോ മലോണിൻ്റെ ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടി പറയുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയി ഒരു ഐഫോൺ കൂടി വാങ്ങി എനിക്ക് വേണ്ടിയിട്ട്. 17 Pro Max ആണ് ഞങ്ങൾ വാങ്ങിയത്. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഹൊസാനയ്ക്കും ഒരു ഫോൺ വാങ്ങി. സെയിം iPhone 17 Pro Max, ഒരേ കളറിലുള്ള ഫോൺ. പക്ഷേ അന്നത്തെ ദിവസം ഫുള്ള് ഇവൻ്റെ 1 TB ഡാറ്റ ഫുള്ള് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് ആ ഫുൾ ഡേ ഞങ്ങളുടെ വോഡാഫോണിലും ആപ്പിളിലും ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. How are you finding your new phone? I'm still learning a lot of new things because it's completely different. Because the last iPhone that I've been using was 13 Pro, and moving to 17 Pro Max is a huge jump. So I think, I don't know, I'm still learning. And yeah, I'm happy, kind of excited. I think I got something very expensive after 7 years. So yeah, that's a huge thing. അങ്ങനെ ഹൊസാനയ്ക്കും നമ്മൾ ഫോൺ വാങ്ങിയിരിക്കുകയാണ്. അവൻ ഓൾറെഡി 15 Pro Max ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നും 17 Pro Maxലോട്ട് വന്നു. ഞാൻ ഒരു 7 ഇയേഴ്സിന് ശേഷമാണ് ഞാനൊരു ഫോൺ വാങ്ങുന്നത്. ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഹൊസാനയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാത്രം ഞാൻ അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഐ തോട്ട് ഐ ഷുഡ് ഗെറ്റ് വൺ. അങ്ങനെ ഞാൻ ഒരു ഫോണും കൂടെ വാങ്ങി. പക്ഷേ ഞങ്ങളുടെ ഒരു ഫുൾ ഡേ പോയി കേട്ടോ. ഞങ്ങളുടെ ഫുൾ ഡേ ഈ ഐഫോണിലും വോഡാഫോണിലുമായിട്ട് അങ്ങനെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫോണൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്ര ടൈം എടുത്തു. So it's our last day in Melbourne. ഇന്ന് സൺഡേ, the 4th of Jan. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്തതേ ഉള്ളൂ. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ ചാഡ്സ്റ്റൺ ആണ് പോകുന്നത്. അവിടെ പോയി ഒരു 1-2 സാധനങ്ങളൊന്ന് റിട്ടേൺ ചെയ്ത് അങ്ങനെ മാറ്റി വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ജീച്ചേട്ടനെയും പുന്നിനെയും അവരെല്ലാവരും വരുന്നുണ്ട്. അവർ ബെൻഡിഗോയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരെയും ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചു. ശരിക്കും അവർ ഇന്നലെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഡിന്നറൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് എന്തൊക്കെയോ അസൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അവർ പറഞ്ഞു അവർ ഇന്ന് രാവിലെ വന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. അപ്പോഴാണ് ഞങ്ങളൊരു 7 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്യാൻബറ റീച്ച് ആവാൻ പറ്റത്തുള്ളൂ. നാളെ ഞങ്ങൾക്ക് 2 പേർക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ പോയി ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വൈകാണ്ട് തന്നെ പോകണം എന്നാണ് ആഗ്രഹം. എനിവേ നോക്കാം. ലാസ്റ്റ് ഡേ ഇറ്റ്സ് റിയലി നൈസ്. ഔട്ട്സൈഡ് നല്ല സണ്ണിയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രിപ്പ്. ഒരു 8-9 days എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ 8 or 9 days ആണ് എക്സാക്ട്ലി. ആൻഡ് ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഞങ്ങൾ ജീച്ചേട്ടനെയും പൊന്നീനെയും അബൂട്ടനെയും എല്ലാവരെയും മീറ്റ് ചെയ്തു. ഞങ്ങളൊരു 1 hour അവരോട് സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ക്യാൻബറ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, വണക്കം.